ഓക്കെ. വർക്ക് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഓക്കെ. സ്പീക്കിങ്ങോ? ലിസണിങ് 2 തവണ ചെയ്യാൻ പറഞ്ഞ് ചെയ്തില്ല? അത് ആ ഒറ്റയിരുത്തത്തിൽ തന്നെ ചെയ്തെങ്കിലേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പണിയാവും. എനിവേ ഫൈൻ, കുഴപ്പമില്ല. ഇന്ന് നമുക്ക് റീഡിങ് തുടങ്ങാം. ഏതായാലും റീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നാളെ റീഡിങ്ങും ചെയ്യേണ്ടി വരും. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. സോ റീഡിങ് എന്ന് പറയുന്നതേ, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് റീഡിങ്? വൈ വി നീഡ് ടു റീഡ്? Reading is an essential part of IELTS and it improves concentration. Okay. Fine. Accuracy. So, why we need to read? A bigger question. അല്ലേ? IELTSനെ സംബന്ധിച്ചിടത്തോളം റീഡിങ് എന്തിനാണ് എന്ന് ചോദിക്കുമ്പം നമുക്കതിൽ പൊതുവേ പറയുകയാണെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ കലവറയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ ഇംപ്രൂവ് ആകുന്നത് ശരിക്കും പറഞ്ഞാൽ വായനയിലൂടെയാണ്. അതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങളൊക്കെ, ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എന്തായത് ഒരു പുസ്തക രൂപത്തിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിളായാലും ശരി, ഖുറാനാണെങ്കിലും ശരി, ഭഗവത്ഗീത ആണെങ്കിലും ശരി, എവറിത്തിങ് ഈസ് എ മോഡൽ ഓഫ് ലിറ്ററേച്ചർ. അത് പുസ്തകം മനുഷ്യർ വായിക്കുമ്പോഴാണ് പുരോഗമനം ഉണ്ടാകുന്നത്. ആ പുരോഗമനത്തിന് വേണ്ടിയാണ്, ദൈവത്തിന് അറിയാലോ മനുഷ്യൻ പുരോഗമിക്കണം. 0 ലെവലിൽ നിന്നാണല്ലോ മനുഷ്യൻ വരുന്നത്, മറ്റു മൃഗങ്ങളെപ്പോലെ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജിറാഫ് പ്രസവിക്കുന്നത് ഒരു 6 അടി ഉയരത്തു നിന്നാണ് പ്രസവിക്കുന്നത്. അത് നിന്നുകൊണ്ടാണ് കടന്നുകൊണ്ടല്ല പ്രസവിക്കുന്നത്. ജിറാഫിനറിയാം ഇത് നിന്നുകൊണ്ട് പ്രസവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കുഞ്ഞ് എണീറ്റ് നടക്കുക എന്നുള്ളത്. ആ അറിവ് ആര് കൊടുത്തതാണ് ശരിക്കും? നമുക്കറിയില്ല, അല്ലേ? അപ്പോൾ ഓൾറെഡി അവർക്കൊക്കെ ചെറിയൊരു ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുണ്ട്. എല്ലാ മൃഗങ്ങളെയും നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ആമ കരയിൽ നിന്നുകൊണ്ട്, ടോർട്ടോയിസ് കരയിൽ നിന്നുകൊണ്ട് മുട്ടയിടുന്നു. വെള്ളത്തിലാണ് ഉള്ളത് എങ്കിൽ പോലും, വെള്ളത്തിലാണ് ആമ സ്ഥിരമായിട്ട് വാസമെങ്കിൽ പോലും കരയിൽ വന്നിട്ടാണ് മുട്ടയിടുന്നത്. മുട്ട കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് വീണ്ടും വെള്ളത്തിലേക്കാണ് പോകുന്നത്, വെള്ളത്തിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ആ ഇൻഫർമേഷൻ? നേരത്തെ വെള്ളത്തിൽ മുട്ടയിട്ടൂടെ? ആമ എന്ന് പറയുന്ന സംഭവത്തിന് അതിന് മുട്ടയിട്ട് അടയിരിക്കാനുള്ളൊരു സംവിധാനം ഇല്ല, അങ്ങനത്തെ ഒരു അറിവില്ല. അപ്പം അതുകൊണ്ട് വെയിലിൻ്റെ ചൂടിൻ്റെ താപനിലയും കിട്ടിക്കൊണ്ടാണ് ആമ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ മുട്ടയെ, കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് ആര് കൊടുത്തു? എല്ലാ വസ്തുക്കൾക്കും, എല്ലാ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ അതിൻ്റേതായ അറിവുകളുണ്ട്. സസ്യങ്ങൾക്ക് പോലും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. ഒരു മാങ്ങ വിത്ത് നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകുന്നതൊരു മൂച്ചയായിരിക്കും. അതിൻ്റെ ഒരു മാങ്ങ മരം ഉണ്ടാകും. ആ മാങ്ങയിൽ നിന്നാണ് നമുക്ക് മാമ്പഴം കിട്ടുന്നത്. അതിൻ്റെ ധർമ്മം ജനങ്ങൾക്ക് മാമ്പഴം കൊടുക്കുക എന്നുള്ളതാണ്. ദൈവം ഓൾറെഡി നമുക്കുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനിച്ച എല്ലാത്തിനും ഒരു നിശ്ചിത തോതിലുള്ള അറിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മനുഷ്യർക്ക് തുടക്കം മുതലേ 0 ലെവലിൽ നിന്നാണ്. അവനിക്ക് അമ്മിഞ്ഞ കുടിക്കാൻ പോലും അറിയില്ല, അമ്മ വേണം നെക്കി പിഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യൻ അങ്ങനെ വളർന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ, അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ കയ്യിലാണ് പുസ്തകം കൊടുത്തിരിക്കുന്നത് ദൈവം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പുസ്തകത്തിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ.
മനുഷ്യൻ്റെ പുരോഗതി റീഡിങ്ങിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഒന്നാമത് നമ്മൾ എന്തുകൊണ്ട് വായിക്കണമെന്നുള്ളതിലെ ഉത്തരം. രണ്ടാമത് നമുക്ക് ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വായനയിലൂടെയാണ് ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു നല്ല സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വായനയിലൂടെയാണ്. മനുഷ്യനോട് നല്ല രൂപത്തിൽ സംസാരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ വീട്ടിൽ നിന്നല്ല നമ്മൾ പഠിക്കുന്നത്. കുട്ടികളിൽ സ്കൂളിൽ പോയി അവിടെ നിന്ന് പുസ്തകത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും പഠിച്ചെടുക്കുന്ന വിദ്യയാണ് ആരെ ബഹുമാനിക്കണം, ആരെ ബഹുമാനിക്കേണ്ട, ആരെ നമ്മൾ ആദരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. പുസ്തകമാണ് നമുക്കത് പഠിപ്പിച്ച് തരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ്, എത്ര നല്ല ഭംഗിയിലാണ് നമ്മുടെ സംസാരത്തെ സംസ്കരിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ സംസാരത്തിൻ്റെ സംസ്കൃതി നമ്മൾ പഠിക്കുന്നില്ല. എങ്ങനെ സംസാരിക്കണം, നമ്മൾ സംസാരിക്കാൻ അറിയാം, ഉപ്പാനെയും ഉമ്മാനെയൊക്കെ നമ്മൾ സംസാരിക്കാൻ അറിയാം. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള ഒരു 10 ആളുകളുടെ മുമ്പിൽ ഒന്ന് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ അതിലെ വീട്ടിലെ സംസാരം പറ്റൂലല്ലോ. പറ്റുമോ? പറ്റൂല. അപ്പോൾ അത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സംസാരമായിരിക്കണം. അത് നമ്മൾ പരിശീലിക്കുന്നത് പുസ്തകത്തിലൂടെയാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പുസ്തകത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി അഡീഷണലായിട്ട് ഈ 3 കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4ാമത്തെ കാര്യമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ. ഒന്നെന്താണ് പുസ്തകത്തിൽ നിന്നാണ് ഈ സർവ്വ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്, അല്ലേ? ഒരു മനുഷ്യൻ്റെ പുരോഗതി എന്ന് പറയുന്നത് പുസ്തകത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നല്ല സ്വഭാവം, കൾച്ചർ, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഇനി നല്ല സ്വഭാവം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈൻഡിൻ്റെ കൺട്രോൾ. ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് വായനാശീലം അധികം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ ചെറിയ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആഹ്ലാദിക്കും. ആരെങ്കിലും കണ്ടാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനാണല്ലോ. ആരെങ്കിലും കണ്ടാൽ നമ്മൾ സന്തോഷിക്കുക, ആരെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മൾ സന്തോഷമില്ല. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുക, പൈസ ഇല്ലെങ്കിൽ ദുഃഖത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇതാണ് മനുഷ്യൻ്റെ ഒരു കോലം. ശരിക്കും പറഞ്ഞാൽ സന്തോഷം ദുഃഖം എന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരേണ്ട ഒന്നല്ല. ആക്ച്വലി അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യമാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നുള്ളത്. അതല്ലാതെ പുറമേയുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു വസ്തുവോ അല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് പുസ്തക വായനയിലൂടെ. ഇതിലെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇമോഷണൽ കൺട്രോളാണ്. ഇമോഷണൽ കൺട്രോൾ നമ്മൾ പഠിക്കുന്നത്, അധികമായ ദേഷ്യം വരാതെ നമ്മളെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത് പുസ്തകമാണ്. പുസ്തക വായനയിലൂടെയാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത്. അതും കൂടെ ഉണ്ട്. ബ്രെയിൻ ശാന്തമാകുന്നത് പുസ്തക വായനയിലൂടെയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഈ വായനയെക്കുറിച്ച് പറഞ്ഞു നിന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതവിടെ നിർത്തുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ 3-ൽ പെടാത്തതും ആയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ നിർമ്മിക്കുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടും വായനയ്ക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവഗ്രന്ഥങ്ങളൊക്കെ തന്നെ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. ഇനി IELTS റീഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് IELTSൻ്റെ റീഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് IELTS റീഡിങ്ങിൽ പ്രധാനമായി 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇറ്റ് ഈസ് എ വൊക്കാബുലറി ടെസ്റ്റാണ്. ഇറ്റ്സ് എ വൊക്കാബുലറി ടെസ്റ്റ്. ഇനി ഒരു വാക്ക് അറിയില്ല എങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. അതിൻ്റെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കാനും പാടില്ല. ഈ 2 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മളിതിൽ 2 രൂപത്തിലുള്ള വായനയും ഇതിൽ ഇൻകുൾക്കേറ്റ് ചെയ്യണം. ഒന്ന്, കോൺഷ്യസ് റീഡിങ് എന്ന് പറയുന്ന ഒരു ശൈലി നമ്മൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ അൺകോൺഷ്യസ് റീഡിങ് എന്ന് പറയുന്ന ശൈലിയും കൊണ്ടുവരണം. എന്താ ഈ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺഷ്യസ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി സെൻറ്റൻസിനെ നമുക്ക് ആശയങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ്
കോൺഷ്യസ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിലെ ഓരോ വാക്കുകളും നമ്മൾ അർത്ഥം അറിയണം, ഓരോ കൊമകളുടെ അർത്ഥം എന്താണെന്ന് അറിയണം. അങ്ങനെയുള്ളൊരു വായനയാണ് കോൺഷ്യസ് റീഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ വെറും കോൺഷ്യസ് റീഡിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെന്താ പറയുക, ഒരു മണിക്കൂർ കൊണ്ട് ഈ 3 പാസേജ് അതേപോലെ 40 ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് ഈ കോൺഷ്യസ് റീഡിങ് അത്യാവശ്യമായിട്ട് വരുന്നത്. എന്നാൽ അതിനകത്ത് നമുക്ക് അൺകോൺഷ്യസ് റീഡിങ് കൂടെ വരുന്നുണ്ട്. അതാണ് അൺകോൺഷ്യസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് പെടുപെടുന്നനെ വായിക്കുക, പെട്ടെന്ന് വായിച്ചത് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അൺകോൺഷ്യസ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അൺകോൺഷ്യസ് റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അധികവും നമ്മുടെ കൈകളിൽ ഉണ്ടാവുക. എന്താ ചിരിക്കുന്നത്? ഹായ്. ടേക്ക് ഇറ്റ്, ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അൺകോൺഷ്യസ് റീഡിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ട്. 2 കോൺഷ്യസ് റീഡിങ്ങും നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും 2 റീഡിംഗ് ശൈലിയും IELTSൻ്റെ റീഡിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് വി ഡു നീഡ് ദ കോൺഷ്യസ് റീഡിങ് ആസ് വെൽ ദ അൺകോൺഷ്യസ് റീഡിങ് ടു. ഈ 2 രൂപത്തിലുള്ള റീഡിങ്ങും നമ്മൾ കൊണ്ടുവരണം. പ്രധാനമായിട്ടും IELTSൽ 3 സ്റ്റെപ്പ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, നല്ല ശ്രദ്ധിക്കണേ, ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഇസ് സ്കിമ്മിങ്? സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ഒരു എൻജിനീയറിങ് ടേമാണ് ഈ സ്കിമ്മിങ് എന്ന് പറയുന്നത്. മുകളിലെ ഇപ്പോൾ പാലിൽ എത്ര വെണ്ണ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാലൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ പാടം നോക്കിയിട്ടാണ് എത്ര വെണ്ണ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ? അതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അരി നോക്കുവാണ്, അരി വറ്റ് നോക്കുന്ന സമയത്ത് എല്ലാ വറ്റും അമർത്തി നോക്കൂല, വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇല്ല. അതിൽ ഒരു വറ്റെടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അത് എത്രത്തോളം വേവ് ആയിട്ടുണ്ട് എന്ന് നോക്കുന്നത്. ഈ ഒരു പദ്ധതിയെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ. മുകളിലെ പ്രതലം നോക്കിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ആ ഒരു ടൂളിനെയാണ് നമ്മൾ IELTSൽ പ്രധാനമായിട്ടും ഒരു സ്ട്രാറ്റജിയായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്താണ് സ്കിമ്മിങ്? ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരികയും ചെയ്യും, സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെ പറയുകയും ചെയ്യും. രണ്ടാമത്തത് സ്കാനിങ് ആണ്. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത ആശയം ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യണം. എന്നുവെച്ചാൽ പിന്നെ നമ്മൾ സ്കിമ്മിങ്ങിലൂടെ നമ്മളൊരു പാഠം തിരഞ്ഞെടുത്തല്ലോ, ഒരു വറ്റ് നമ്മളെടുത്തു, അല്ലെങ്കിൽ ഒരു കീവേഡ് നമ്മളെടുത്തു. ആ കീവേഡ് പാസേജിൽ എവിടെയാണ് ഉള്ളത് എന്ന് പെട്ടെന്ന് കണ്ടെത്തുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് രണ്ടും ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ്? നമുക്ക് പ്രധാനമായിട്ടും ടാസ്ക് അപ്ലിക്കേഷനാണ്. എന്താ ടാസ്ക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് മാച്ചിങ് ആണെങ്കിൽ അത് രണ്ടും മാച്ചാണോ എന്ന് നോക്കണം. സ്കിമ്മിങ് ചെയ്ത ചില വാക്കുകളുണ്ട്, അതേപോലെ തന്നെ സ്കാനിങ് ചെയ്ത ഒരു സെൻറ്റൻസും ഉണ്ട്. ഈ 2 കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യനോട് മാച്ചിങ് ആണോ എന്ന് നോക്കണം. 3 രൂപത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഒന്ന് മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്. മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവാം, ഐഡൻറ്റിഫൈയിങ് റൈറ്റേഴ്സ് വ്യൂസ് ഓർ ക്ലൈം ആവാം, മാച്ചിങ് ഇൻഫർമേഷൻ ആവാം, മാച്ചിങ് ഹെഡ്ലൈൻസ് ആവാം, സെൻറ്റൻസ് കംപ്ലീഷൻ ആവാം. ഇതൊക്കെ മാച്ചിങ് ആണ്. ചൂസ് ദ ബെസ്റ്റ് ആൻസർ ആവാം, ചൂസിങ് ദ ആൻസർ ഫ്രം ദ ബോക്സ്, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഫില്ലിങ് ദ ആൻസർ, അതാവാം, ഏതും ആവാം. ഇതൊക്കെയാണ് മാച്ചിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് മിസ്സിങ് ആണ്. മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ആ സെൻറ്റൻസിൽ മിസ്സായിരിക്കുന്നു. ആ വേർഡ് എന്താണ്, മിസ്സായ വേർഡ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതാണ് മിസ്സിങ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ലൈക്ക് കംപ്ലീഷൻ ഓഫ് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡയഗ്രാമിൻ്റെ ലാബലിംഗ് ആയിരിക്കാം. ഒരു വൃക്ഷത്തൈ കൊടുത്തിട്ടുണ്ട്, ആ വൃക്ഷത്തൈയുടെ സ്റ്റെമ്പ്, ലീഫ്, ട്രങ്ക്, റൂട്ട്, ഇല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും. അത് ലേബൽ ചെയ്യുന്നിടത്ത് ഏതെങ്കിലും മിസ്സിങ് വന്നിട്ടുണ്ടോ, അതായിരിക്കാം.
അല്ലെങ്കിൽ ഒരു മാപ്പ് തന്നിട്ടുണ്ടാകും. ആ മാപ്പിൽ ABCDEFG ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അവിടെ ഓഡിയോ കേൾക്കുന്നത് പോലെ തന്നെ ഈ ലിസണിങ്ങിൽ ഓഡിയോ കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക് റീഡിങ്ങിൽ അതിൻ്റെ മാപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. അത് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കംപ്ലീഷൻ ഓഫ് ദ ചാർട്ട് അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ദ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഡയഗ്രാം കംപ്ലീഷൻ എന്ന് പറയുന്നത് അതാണ്. പിന്നെ വരുന്നതാണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. അത് പിന്നെ അറിയാമല്ലോ, ഒരു സെൻറ്റൻസിൽ നിന്ന് ഒരു കീവേഡ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കീവേഡ് ഏതാണ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് പാസേജിലൂടെ കണ്ടെത്തുന്ന വിദ്യയാണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. ഇതാണ് മിസ്സിങ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റിന് തനിയെ ക്വസ്റ്റ്യൻ ഇല്ല, അതെപ്പോഴും മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് മാച്ചിങ് ആൻഡ് മിസ്സിങ് ആണ്. എന്നാൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ടേംസും കൂടെ അവിടെ വരുന്നുണ്ട്. അത് നമുക്ക് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടൈപ്പിലാണ് വരുന്നത്. അതും ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെയാണ്, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, അതേപോലെ യെസ് നോ നോട്ട് ഗിവൺ. ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ്റെയും യെസ് നോ നോട്ട് ഗിവൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നോക്കണം എന്നുള്ളതാണ്. മാച്ചിങ്ങും നോക്കണം, മിസ്സിങ്ങും നോക്കണം, ഓപ്പോസിറ്റും നോക്കണം. ഓപ്പോസിറ്റ് വേറെ എവിടെയും നോക്കേണ്ട കാര്യമില്ല, ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവണിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മാച്ചിങ് ദ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്കാൻ ചെയ്തു, സ്കിം ചെയ്തു, പിന്നെ സ്കാൻ ചെയ്തു, പിന്നെന്താ ചെയ്തത്? റീഡിങ് ഫോർ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ടാസ്ക് എന്താണ്? ഇതിനെ നമ്മൾ ടാസ്ക് എന്നാ പറയാം. മാച്ചിങ്, മിസ്സിങ്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ടാസ്കുകളാണ്. അപ്പോൾ ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻ വന്നാൽ അത് മാച്ചാണോ നോക്കലാണ് നമ്മുടെ ടാസ്ക്. മിസ്സിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്ന് ഫില്ലിംഗ് ബ്ലാങ്ക്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്സായ വേർഡ് ഏതാണെന്ന് കണ്ടെത്തലാണ് അവിടുത്തെ ടാസ്ക്. ഇനി ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റിന് തനിയെ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറഞ്ഞു. അത് ട്രൂ ഫോൾസ് നോട്ട് ഗിവണിൽ ഈ മൂന്ന് ടാസ്കും വരുന്നുണ്ട്. ഏത്? മാച്ചിങ്ങും വരുന്നുണ്ട്, മിസ്സിങ്ങും വരുന്നുണ്ട്, ഓപ്പോസിറ്റും വരുന്നുണ്ട്. ഈ ട്രൂ ഫോൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ അല്ലെങ്കിൽ യെസ് നോ നോട്ട് ഗിവൺ ശരിയായി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയാൽ റീഡിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ ഈസിയാണെന്നർത്ഥം. കാരണം ഇത് മൂന്ന് ടാസ്ക് വരുന്നുണ്ട്. നമ്മൾ റീഡിങ്ങിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, റീഡിങ് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും ഈ ഒരു ഏരിയ ആയിരിക്കും. മാച്ചിങ്ങും മിസ്സിങ്ങും ഓപ്പോസിറ്റും അടങ്ങിയിരിക്കുന്ന ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുക. റീഡിങ്ങിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. റീഡിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല, നോട്ട് എ ഇഷ്യൂ അറ്റ് ഓൾ. ഡോണ്ട് ഫോക്കസ് ഓൺ ദ മാർക്സ്. അത് ലിസണിങ്ങും അങ്ങനെ തന്നെയാണ്. ഡോണ്ട് ഫോക്കസ് ഓൺ ദ മാർക്സ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ലിസണിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും കൂടെ ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ലിസണിങ് ചെയ്ത ഉടനെ തന്നെ ചെയ്യണം. അത് വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് 20 എത്ര കിട്ടിയത്? 24 അല്ലേ കിട്ടിയത്? 26 കിട്ടിയത്. അപ്പോൾ ആ 26-ൽ ബാക്കി അത്രയും നഷ്ടമാണ് നമുക്ക് എത്ര വേണ്ടത്? 8 ബാൻഡാണ് വേണ്ടത്. ദാറ്റ് മീൻസ് 35+ വേണം നമുക്ക് 5 പിന്നെ മിസ്റ്റേക്കേ ലിസണിങ്ങിൽ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ 5 മിസ്റ്റേക്ക് ആണെങ്കിലും ശരി, ഇനി 10 മിസ്റ്റേക്ക് ആണെങ്കിലും ശരി, ഈ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടാത്തോടത്തോളം കാലം ലിസണിങ് ആണെങ്കിലും ശരി, റീഡിങ് ആണെങ്കിലും ശരി, റൈറ്റിംഗ് ആണെങ്കിലും ശരി, നമുക്ക് ഇമ്പ്രൂവ് ആകൂല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അത് സെൽഫ് അനാലിസിസ് ആയിട്ട് തന്നെ വരണം. ദാറ്റ് മീൻസ് നിങ്ങൾ ലിസണിങ് ചെയ്തു, ആ ലിസണിങ് ചെയ്തതിന് ശേഷം 26 കിട്ടി, വീണ്ടും അതേ ലിസണിങ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലായിട്ടില്ലേ? അത് പിന്നെ നമ്മൾ ഈ ഓപ്പൺ ക്ലാസ്സിലെ ഡിസ്കഷനിൽ നമ്മളത് ചോദിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? റീഡിങ്ങിലും അത് തന്നെയാണ്. നമ്മൾ ഒരു തവണ വായിച്ച് നമുക്ക് കുറച്ച് ബാൻഡേ കിട്ടിയിട്ടുള്ളൂ, ഒരു 20ഓ 25ഓ കിട്ടിയിട്ടുള്ളൂ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമുക്ക് പിന്നീട് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദാറ്റ് മീൻസ് നിങ്ങൾ തന്നെ ഒരു മണിക്കൂറും കൂടെ എടുത്തിട്ട് ആ റീഡിങ്ങിൽ തെറ്റായ ആൻസർ എവിടെയാണ് എന്നൊന്ന് കണ്ടെത്തണം. നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടാവുമല്ലോ, ഏതായാലും ചെക്ക് ചെയ്തതാണ്. അപ്പോൾ തെറ്റായ ആൻസർ എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഐ ആം ഹിയർ. നമ്മൾ ഈ 1 മണിക്കൂറത്തെ ലൈവ് ഷോയിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അത് എന്തുകൊണ്ട് തെറ്റി, എന്തുകൊണ്ട് ശരിയായി എന്നുള്ളത് ഡിസ്കസ് ചെയ്യലാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഡിസ്കസ് ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്ക് റീഡിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക.
നമ്മൾ ടിപ്സ് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രാറ്റജീസ് അറിയാവുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് റീഡിങ് ഇമ്പ്രൂവ് ആകില്ല എന്ന് അതിനിടയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. മാച്ചിങ്, മിസ്സിങ്, ഓപ്പോസിറ്റ്, ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് IELTS പ്രധാനമായിട്ടുള്ള ടാസ്ക്കായിട്ട് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് മാച്ച് ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അത് മിസ്സായി പോയ വേർഡ് ആണോ, അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ വരുന്നത് അത് ട്രൂ ഓർ ഫോൾസ്, അതേപോലെ നോട്ട് ഗിവണിൽ ഉൾപ്പെടുന്നതാണോ എന്ന് നോക്കണം. നമുക്ക് ആദ്യം തന്നെ ചർച്ച ചെയ്യാനുള്ളത് ട്രൂ ഫോൾസ് നോട്ട് ഗിവണിനെ കുറിച്ചാണ്. അതിന് മുന്നേ ഈ സ്ട്രാറ്റജി ഒന്നും കൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് ഒന്നും കൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ സ്ട്രാറ്റജി, നമ്മളൊരു റീഡിങ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് വായിക്കാതെ നമുക്ക് എന്ത് കിട്ടൂല? ആൻസേഴ്സ് കിട്ടൂല. അത് എപ്പോഴും മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻസ് വായിക്കാതെ നമുക്കൊരിക്കലും തന്നെ ആൻസേഴ്സ് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചാൽ മാത്രം മതിയോ? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ, കീ ഐഡിയ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് അതിൻ്റെ കീ ഐഡിയ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കീവേഡും കണ്ടെത്തണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കീ ഐഡിയയും മനസ്സിലാക്കണം, അതിൻ്റെ കീവേഡും കണ്ടെത്തണം. വാട്ട് ഈസ് കീ ഐഡിയ? കീ ഐഡിയ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കീ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ പ്രധാനപ്പെട്ട് വരുന്ന വേർഡുകൾ പിന്നെ എന്താണെന്നുള്ളത് കണ്ടെത്തുക. സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടെത്തേണ്ട വേർഡ് എന്ന് പറയുന്നത് ഒന്ന് കണക്ടർ ആയിരിക്കണം. കണക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കണക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 വിധത്തിലുള്ള കണക്ടേഴ്സാണുള്ളത്. കൺജങ്ഷൻ ഉണ്ട്. എല്ലാ കൺജങ്ഷൻസും കണക്ടേഴ്സാണ്, അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സാണ്. എന്നാൽ എല്ലാ കണക്ടേഴ്സും ഒരിക്കലും കൺജങ്ഷൻ അല്ല. അതും നമ്മൾ മനസ്സിലാക്കണം.